ആളെ നീ തന്നെയല്ലോ റെക്കോർഡ് ഇന്റർവ്യൂ ചെയ്യുന്ന ചോദ്യം ചോദിക്കുന്നു. ഇവൻ തന്നെയല്ലേ റെക്കോർഡ് ചെയ്യുന്നത്. അത് അത് ഇവര് വരാറുണ്ട്, ഇവിടെ വരാറുണ്ട്, വന്നിട്ട് ഒരു 1.5 മാസമൊക്കെ സ്റ്റേ ചെയ്തിട്ട് തിരിച്ചു പോകും. പിന്നെ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ടു ആൻഡ് ഫ്രോ യാത്ര ചെയ്യാറില്ല, അപ്പൊ പിന്നെ വലിയ ഒരു ഇത് തോന്നാറില്ല. കൂടുതലും യാത്രകളിൽ ചെയ്യുമ്പോഴത്തേക്കുള്ള അതിനുള്ള വ്യൂസ് ആണ് കൂടുതലും കിട്ടാറുള്ളത്. ട്രാവലിംഗ് കൂടുതൽ ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളാണ്. നമ്മളൊരു എന്താ പറയുക, അഡ്വഞ്ചർ പൊതുവെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പക്ഷെ അങ്ങനെ വലിയ അഡ്വഞ്ചേഴ്സ് ഒന്നും ഇതുവരെ ചെയ്തിട്ടൊന്നുമില്ല. എന്നാലും ചെയ്തൊക്കെ അത്യാവശ്യം നന്നായിട്ട് നല്ല റീച്ച് കിട്ടിയിട്ടുണ്ട്. ഒമാനിൽ എന്ന് പറഞ്ഞ പ്രത്യേകത എന്ന് വെച്ചാൽ ബ്യൂട്ടിഫുൾ ടെറൈൻ, പല സ്ഥലങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാദീസും ഡെസേർട്ടും അതും ഇതും കാണാനുണ്ട്. ആൾക്കാർക്ക് എന്താണ് എവിടെയാണ് പോകേണ്ടതെന്നുള്ളത് നമ്മൾ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ പോവും. അങ്ങനെയുള്ള ആൾക്കാർ ഒമാനിൽ. ഓഫ് റോഡിങ് ഉണ്ട് ഇവിടെ, എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഹൈക്കിംഗ് ഉണ്ട്, ഓഫ് റോഡിങ് ഉണ്ട്, ഇപ്പോൾ നമുക്ക് വാട്ടർ ആക്ടിവിറ്റീസ് ആണെങ്കിൽ അങ്ങനത്തെ ആക്ടിവിറ്റീസ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഇറ്റ്സ് എ ബ്ലെസ്ഡ് കൺട്രി ആക്ച്വലി. പല സംഭവങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ പലതും കാണിച്ചു കൊടുക്കാറുണ്ട് ആൾക്കാർക്ക്, ഇന്ന സ്പോട്ട്സ് ഉണ്ട് പോകാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് ഒരുവിധം എല്ലാ സ്ഥലത്തും പോയിട്ടുണ്ടോ? ട്രാവൽ കണ്ടന്റ് ചെയ്താൽ അത് മാക്സിമം വൈറലാവും ഒമാനിൽ, കാരണം അതൊരു ചെറിയ സ്പേസ് അല്ലേ. ഓരോരുത്തരും യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാൾക്കാർ ഇവിടെ ഉള്ളത്. ഇഷ്ടമുള്ള ലീവ് കിട്ടിക്കഴിഞ്ഞാൽ എവിടെയെങ്കിലും പിള്ളേരെയും കൊണ്ട് പോകണം, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിട്ട് പോകണം എന്നുള്ള ഒരു ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരാറില്ല എനിക്കാണ്, കാരണം എൻ്റെ ആണല്ലോ ഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ സീബിലെ ഏറ്റവും നല്ല സ്ഥലം ഏതാണ് കഴിക്കാനുള്ളത് എനിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇബ്ര ടു മസ്കറ്റ് ഓടിച്ചു വരണമെങ്കിൽ 2 വട്ടം വഴി കയറ്റും. അങ്ങനത്തെ വഴി കയറ്റും. അപ്പോൾ അതാണ് ഞാൻ മനസ്സിലായില്ലേ. പിന്നെ എനിക്ക് ഇവിടുത്തെ ഒറ്റ സ്ഥലങ്ങൾ അറിയില്ല. അപ്പോൾ വാദി ഗബീർ, റുവി, ഇങ്ങനത്തെ മെയിൻ സ്പോട്ട് സീബ്, ഗുബ്ര, അൽഹേൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ബുദ്ധിമുട്ടാവും, മനസ്സിലായില്ലേ. അപ്പോൾ സ്ഥലങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവനുള്ള കാരണം പിന്നെ വലിയ പ്രശ്നങ്ങൾ ഇവനാണ് കൊണ്ടുപോകുന്നത്. മാപ്പ് ഗൂഗിൾ മാപ്പാണ്, ഗൂഗിൾ മാപ്പാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു ഇടയ്ക്ക് ചോദ്യം വരാറുണ്ട്, സീബിലെ ഏറ്റവും നല്ല റെസ്റ്റോറൻറ്റ് ഏതാണ്. ഈ സീബ് സ്ഥലം പോലും ഓർമ്മയുണ്ടാവില്ല. ഞാൻ നേരെ ക്വസ്റ്റ്യൻ ഇവനും ഫോർവേഡ് ചെയ്യും, അളിയ എവിടെയാണ് നല്ല സ്ഥലങ്ങളുള്ളത്. അപ്പോൾ ഇവൻ്റെ കയ്യിലുണ്ട് ലിസ്റ്റ്, എന്നെക്കാട്ട് വലിയ ഫുഡ്. അപ്പോൾ ഇവൻ ഒരു ലിസ്റ്റ് ഉണ്ട്, അപ്പോൾ ലിസ്റ്റ് എനിക്ക് അയച്ചു തരും. ഞാൻ അതുപോലെ തന്നെ അവരെ ശ്രദ്ധിക്കും. അപ്പോൾ അവരുടെ വിചാരം നമ്മളാണ് ഈ ആൻസർ. കസിൻ ബ്രദർ ആണ്. ഞങ്ങൾ ഒരു ബ്രദർ റിലേഷൻഷിപ്പ് ഉണ്ട്. പക്ഷെ ഇവിടെ വന്നിട്ടാണ് ബ്രദർ റിലേഷൻഷിപ്പ് സാധിക്കുന്നത്. നാട്ടിൽ ഞങ്ങൾ തമ്മിൽ ഇവൻ എന്റെ വീട്ടിൽ പോലും കയറിയിട്ടില്ല, അറിയോ. വീട്ടിൽ വന്നിട്ട് വീട്ടിൽ കയറാണ്ട് ഒരു വട്ടം എന്റെ ആന്റി ത്രൂ ഉള്ള റിലേഷനാണ് മുജിബായിട്ട്. അപ്പോൾ ഒരു വട്ടം ആന്റി ഇവിടെ തന്നെ ഉള്ളത്. അപ്പോൾ ആന്റി ഒരു വട്ടം നാട്ടിൽ വന്നപ്പോഴേക്കും ഇവരുടെ കല്യാണം കഴിഞ്ഞ്. അപ്പോൾ അവിടെ പോയിട്ട് ഒരു ദിവസം രാത്രി നിൽക്കണം. കാരണം ഇവർ മറ്റേ ആന്റിയുടെ ചേച്ചിയുടെ മോനാണ് മുജീബായി. അപ്പോൾ അങ്ങനെ ഒരു റിലേഷൻ ഉള്ളത് കൊണ്ട് അവർ വിളിച്ചപ്പോൾ ശരി, ഞാൻ അവരെ കൊണ്ട് ഡ്രോപ്പ് ചെയ്തു അവിടെ നിന്ന് കണ്ടപ്പോൾ മുജിബയുടെ കല്യാണം കഴിഞ്ഞ് നിൽക്കുകയാണ്. ഞാൻ ഫസ്റ്റ് ആയിട്ട് കാണാണ്. കല്യാണം കഴിഞ്ഞല്ലേ, കൺഗ്രാറ്റുലേഷൻസ്, നേരെ വണ്ടി എടുത്തു ഞാൻ പോയി. അതിന് ശേഷം പിന്നെ എത്രയോ കാലങ്ങൾക്ക് ശേഷം ഇവിടെയാണ് കാണുന്നത്. അന്ന് ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഇങ്ങനെ ഒരു സംഭവം. അന്ന് നമ്മള് ഇവിടെ തന്നെ ആദ്യമൊക്കെ വന്ന് കാണുമ്പോൾ തന്നെ ടുട്ടുവിനെ നോക്കും. അപ്പൊ ഞാൻ ഫാമിലിയോടൊപ്പം ഉണ്ടാവുക. അപ്പം പറയാം ഭയ്യ എന്താണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഓക്കെ ശരി. പിന്നെ നമ്മള് വീണ്ടും അടുത്ത് തുടങ്ങി. പിന്നെ ഞങ്ങളുടെ ഫാമിലി ഇവരായിട്ട് മിങ്കിളായി. അങ്ങനെ ഒരു കൊറോണ പീരീഡ് വരെയൊക്കെ നല്ലൊരു പീരീഡ് ആയിരുന്നു. ഇനി നമ്മൾ അടുത്ത ടാസ്ക് ആണ്. അടുത്ത ടാസ്ക് നിങ്ങൾക്ക് 2 A4 ഷീറ്റും പാനും തരും. അപ്പൊ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും, ഫേവറേറ്റ് തിങ്സോ അല്ലെങ്കിൽ അങ്ങനെ. അപ്പോൾ നിങ്ങൾ ഓപ്പോസിറ്റ്, അതായത് ഇപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുമ്പോൾ ടുട്ടുവിന്റെ ഫേവറേറ്റ് തിങ്സ് നിങ്ങൾ എഴുതണം, അതേപോലെ തിരിച്ചെഴുതണം. കറക്റ്റ് ആക്കണം. എത്ര ഒരു കെമിസ്ട്രി അറിയാൻ വേണ്ടിട്ടാണ്. ഓക്കെ ഓക്കെ. അപ്പൊ A4 ഷീറ്റ് വരാം. എന്ത് കളിയാ നീ, മറ്റേ നീ എന്ത് കളിയാ. ഓക്കെ തുടങ്ങല്ലേ. ഫസ്റ്റ് നിങ്ങൾ ഇപ്പോ റീസെന്റ് ആയിട്ട് നിങ്ങൾ ഒരുപാട് സ്ഥലത്ത് ട്രാവൽ ചെയ്തു എന്നൊക്കെ പറഞ്ഞു. അപ്പോ ടുട്ടുവിന്റെ ഫേവറേറ്റ് സ്പോട്ട് ഏതാ, മുജീബിന്റെ ഫേവറേറ്റ് സ്പോട്ട് ഏതാ നിങ്ങൾ പോയല്ലേ? ഒമാനില്. അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് പോയ എവിടെ? ഒരുമിച്ച് പോയ സ്ഥലത്താ? എവിടെ നിങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ടല്ലോ. ദൈവത്തിന്റെ അറിയാം. വരണം, നോക്കട്ടെ. മറ്റാളോടെ പഠിപ്പിച്ചിട്ട് അത്ര എഴുതിയിട്ട് നെക്സ്റ്റ് പേപ്പറിന് വേണ്ടി റെഡി ആയിരിക്കുകയാണ്. എഴുതിയാ എഴുതി. ഓക്കെ. ഇനി ടുട്ടുയുടെ ഫേവറേറ്റ് ഫുഡും
മുജീബയുടെ ഫുഡിനെ പറ്റി ഇഷ്ടം. ആ. അതന്നെയാണോ എന്റെ ഫേവറേറ്റ്? ജീവിതത്തിനറിയാം. ഓക്കെ, അടുത്തത് നിങ്ങൾ സ്പോർട്സിൽ ഇൻട്രസ്റ്റഡ് ആൾക്കാരാണ്. ടുട്ടുയുടെ ഫേവറേറ്റ് സ്പോർട്ട് ഏതാ? അതേപോലെ മുജീബയുടെ സ്പോട്ട് ഞാൻ റെഡി ചെയ്തിട്ടുണ്ട്. തുളിയാണ് എഴുതുന്നത്. ഈ പേന തെളിയുന്നില്ല മുത്ത്. അതാണോ അളി ഊതിയിട്ട് എഴുതളിയാ? പരിപാടിയായിട്ട് വന്നേക്ക. സല്ല സല്ല വേണ്ട വേണ്ട വേണ്ട. അടുത്തത് ഫേവറേറ്റ് വീഡിയോ ഓഫ് യുവർ സെൽഫ്. നിങ്ങൾ ചെയ്ത വീഡിയോയിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വീഡിയോ, അതായത് ടുട്ടുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വീഡിയോ നിങ്ങൾ ചെയ്തതിൽ ഇഷ്ടപ്പെട്ട വീഡിയോ. ടുട്ടൂന് ഏതാ ഇഷ്ടപ്പെട്ട വീഡിയോ എന്ന് വെച്ചാൽ ഇക്കത് എഴുതണം. ഇക്കടെ ഏതാ ഇഷ്ടപ്പെട്ട വീഡിയോ? നിങ്ങൾ ചെയ്ത വീഡിയോയില് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ. ടുട്ടൂന് ഇഷ്ടപ്പെട്ട വീഡിയോ നിങ്ങൾ ഓരോ വീഡിയോ കഴിയുമ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവില്ല, ആ വീഡിയോ എന്നതായിരുന്നു, ഈ വീഡിയോ അങ്ങനെ. ഞാൻ എഴുതിയിട്ടുണ്ട്, 2 ആൻസർ എഴുതിയിട്ടുണ്ട്. അടുത്തത് നോട്ട് മൈ ഫേവറേറ്റ് കോംബോ, അതായത് അത് ആ ഒരു കോംബോ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, നമുക്ക് ഷെയർ ചെയ്തിട്ടുണ്ടാവില്ല. അതേപോലെ ആ ഒരു കോംബോ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇവൻ ഇഷ്ടപ്പെടാവുന്ന ഒരു കോംബോ, ഇഷ്ടപ്പെടാത്ത കോംബോ. അതെ, ഇവൻ ഇഷ്ടപ്പെടാത്ത എനിക്കറിയാം. ഇഷ്ടപ്പെടാത്തൊരു കോംബോ കഴിഞ്ഞല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇനി അടുത്തത് എന്ത് ചെയ്യണം എന്ന് നോർമലി ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പോ ആള് അടുത്തത് എന്ത് ചെയ്യാനാണ് ആൾക്ക് ആഗ്രഹം, അതേപോലെ മുജീബ് കാക്ക് എന്ത് ചെയ്യാൻ അടുത്ത ആഗ്രഹം? കുറച്ച് പോയിന്റ്സ് നോട്ട് ചെയ്ത് ലെക്ചർ ചെയ്യുന്നു. അപ്പോ ആ ടാസ്ക് കഴിഞ്ഞു. ഇനി ഞാൻ നോക്കി വായിക്കേണ്ടി വരും എന്റെ ഹാൻഡ് റൈറ്റിംഗ്. എന്റെ ആണെങ്കിൽ മൊത്തം അക്ഷരം തെറ്റായിരിക്കും കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യം വായിക്കാം. ടുട്ടുന്റെ വായിക്കാം. ഓക്കെ, അപ്പൊ മുജീബ് കാടെയാണ് ആഗ്രഹമാണ്. ശരിയാണെന്ന് പറയണം കേട്ടോ. ഓക്കെ, റെഡി. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഏറ്റവും ഇഷ്ടപ്പെട്ട സ്പോട്ട്. മുജിക്ക ഇഷ്ടപ്പെട്ട സ്പോട്ട് ടുട്ടു ലൊക്കേഷൻ സുമൂത്ത് വാദി സുമൂത്ത്. ഒരു പോയിന്റ് എവിടെ എഴുതിയിരിക്കുന്നത്? സ്മൂത്ത് തന്നെ. സ്മൂത്ത് തന്നെ. ഓക്കെ, അടുത്ത ഇഷ്ടപ്പെട്ട ഫുഡാണ്. മുജിക്ക ഇഷ്ടപ്പെട്ട ഫുഡ് ബിരിയാണി എഴുതിയിരിക്കുന്നത്. ബിരിയാണി ഇഷ്ടമാണ്. ബിരിയാണിനെക്കാട്ടും എനിക്കിഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഊണാണ്. ഊണ്. അതുപോലെ തന്നെ ഉമ്മ നല്ല ബീഫും നെയ്ച്ചോറും ഉണ്ടാക്കി തരും. വൈഫിന്റെ ആണെന്നുണ്ടെങ്കിൽ ഫിഷും മീൻ കറി ഇഷ്ടമാണ്. ഫിഷ് ബീഫും സൂപ്പും ആണ് എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ബിരിയാണിയാണ് ഞാൻ കോമൺ ആയിട്ട് കഴിക്കുന്നത്. അടുത്ത ഫേവറേറ്റ് സ്പോർട്സ് ഏതാണ്? ക്രിക്കറ്റ് ആണ് കുറച്ചുകൂടി ഇഷ്ടം. ക്രിക്കറ്റ് എഴുതിയത് വെട്ടിയതാണ്. ക്രിക്കറ്റും ഫുട്ബോളും കഴിഞ്ഞിട്ടാണ്. ക്രിക്കറ്റിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിക്കറ്റും ഫുട്ബോളും ഞാൻ സ്കൂളിൽ നിന്ന് പഠിച്ചു വന്നൊരു ടീം. അത്രയും വലിയൊരു അപ്പോൾ അവിടെ ഷട്ടിൽ കളിക്കുന്ന പറഞ്ഞാൽ ഏറ്റവും വലിയ പണക്കാരാണ്. കാരണം അവരുടെ ഷട്ടിൽ ബാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ക്രിക്കറ്റ് കളിക്കാൻ നമുക്ക് ഓലമണ്ഡലം അപ്പോൾ നമുക്ക് ഷട്ടിൽ ബാറ്റ് ഉണ്ടായിരുന്നില്ല. അത് കാരണം എനിക്ക് ഷട്ടിലിനോട് വലിയൊരു വെറുപ്പായിരുന്നു. പിന്നെ ഇവിടെ വന്നിട്ടാണ് പിന്നെ കറക്റ്റായിട്ട് ഷട്ടിൽ കളിച്ചു തുടങ്ങി. പിന്നെ ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് കളിച്ചു തുടങ്ങി. ഇപ്പൊ ഒരു ബ്രേക്ക് ഉണ്ട്. ഇഷ്ടപ്പെട്ട ഷട്ടിൽ. പിന്നെ ചോദ്യം വന്നിരിക്കുന്നത് വീഡിയോ ഓഫ് യുവർ സെൽഫ്. വീഡിയോ ടുട്ടു എഴുതിയിരിക്കുന്നത് വയനാട് മറ്റേ വയനാട് വീഡിയോ. കണ്ണൂര് പോയ വീഡിയോ. വയനാട് വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ. അതൊരു നമ്മുടെ ഒരു ടേണിംഗ് പോയിന്റ്. മില്യൺ അടിച്ച വ്യൂ ക്രോക്സ്. അത് നമുക്ക് ഒരു 1 മില്യൺ സമ്മാനിച്ച വീഡിയോ. അത് നല്ല ഒമാനിലെ ഫസ്റ്റ് 1 മില്യൺ അതൊരു വീഡിയോ സംഭവം. വീഡിയോ അത് വളരെ നിസ്സാര സമയം കൊണ്ടിട്ട് ചെയ്തൊരു വീഡിയോ. അതും പ്രീതിയൊക്കെ തന്നെയാണ് ഷൂട്ട് ചെയ്തത്. സുമൂത്ത് സുമൂത്ത് അവന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ? പിന്നെ സുമൂത്ത് നമ്മളിവിടെ ട്രാവൽ ചെയ്തിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഫേമസ് ആയ വീഡിയോ ആണ് സുമൂത്ത്. ഒരു ഗെയിം ചേഞ്ചർ ആയിരുന്നു ശരിക്കും. നമുക്ക് മിനിസ്ട്രി എന്നൊക്കെ അവാർഡ് കിട്ടിയൊരു സംഭവമായിരുന്നു. അപ്പൊ അത് വൈറലായി. അത് ആ സ്ഥലം കാണാൻ വേണ്ടി ഖത്തറിന്ന് സൗദിന്നൊക്കെ ആൾക്കാർ വന്ന് അവരിവിടെ വെള്ളം ഓവറായിട്ട് ഫ്ലോ ചെയ്ത് വന്ന് പെട്ടുപോയിട്ട് ഒമാനി വീട്ടിൽ പോയി താമസിച്ച് അവർ തിരിച്ച് ഖത്തറിലും സൗദിയിലൊക്കെ വേണ്ടി ട്വീറ്റ് ചെയ്തു. പിന്നെ ഇവിടുത്തെ ഒരു മെയിൻ ഒരു ഇതുണ്ട്, ഒരു അധ്യാപകനാണ് അദ്ദേഹം.
അപ്പോൾ അദ്ദേഹം ആ ഇബ്ര ഭാഗത്ത് വർക്ക് ചെയ്യുന്നതാണ്. പുള്ളി ട്വീറ്റ് ചെയ്തു. ആ ട്വീറ്റ് പല ആൾക്കാരും ഷെയർ ചെയ്തു. മിനിസ്ട്രിയിലെത്തി. അന്നേരം മിനിസ്ട്രിയിൽ നിന്ന് കോൾ വന്നു ഞങ്ങൾക്ക്. ആദ്യം പേടിച്ചു. എന്താണ് പറ്റിയെന്ന് മുജിബായ് നാട്ടിലായിരുന്നു ആ ടൈമില്. തിരിച്ചു വരുമ്പോ എയർപോർട്ടിൽ നിന്ന് പോലീസ് പൊക്കിക്കൊണ്ട് പോവോടെ. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഇതിന് വേണ്ടിയിട്ടാണ് ഇത് വീഡിയോ ചെയ്തത്. ഇതിന് ആ സമയത്ത് ചെയ്യുന്ന സമയത്ത് മഴയൊന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് പിന്നെ ഈ സംഭവം വൈറലായി. ഈദിന്റെ ദിവസം പിറ്റേ ദിവസം ഭയങ്കര മഴയായിരുന്നു. അപ്പോൾ മഴയത്ത് വാതിയിലോട്ട് പോയുള്ള അവസ്ഥ അറിയാമല്ലോ. അങ്ങനെ കുറേ ആൾക്കാർ അവിടെ പോയി പെട്ട് എന്നിട്ട് അവരെ റെസ്ക്യൂ ചെയ്തു. ഒമാനികൾ തന്നെയാട്ടോ അവർ റെസ്ക്യൂ ചെയ്തു. കാരണം അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ ഹോസ്പിറ്റാലിറ്റി ആണല്ലോ. അപ്പോൾ അവർ റെസ്ക്യൂ ചെയ്തതിന് ശേഷം എന്നിട്ട് അവിടെ നിന്ന് ആ സമയത്ത് ഞാൻ നാട്ടിലിരിക്കുമ്പോൾ എനിക്ക് അവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യുക. അതായത് ഞങ്ങൾ ഇവിടെ ഇങ്ങനെ പെട്ടുപോയി. അപ്പോൾ എൻ്റെ ചങ്ക് ഇങ്ങനെ ഇടിച്ചുകൊണ്ടിരിക്കുക എയർപോർട്ടിൽ വരുമ്പോൾ പൊക്കുവോ എന്നും പറഞ്ഞുകൊണ്ട്. പക്ഷേ സംഭവം അതൊരു പോസിറ്റീവ് രീതിയിൽ വൈറലായി. അത് പല ആൾക്കാരും ട്വീറ്റ് ചെയ്തു. അതിനുശേഷം അങ്ങനെ കുറേ റെക്കഗ്നൈസേഷൻ നമുക്ക് കിട്ടി. കോളേജിൽ നിന്നല്ല, ഈവൻ ഞങ്ങൾ പോയി ലൈക്ക് മിനിസ്ട്രിയിൽ പോയിട്ട് അവാർഡൊക്കെ വാങ്ങിച്ചു. ഞാനും പ്രീതിയായിരുന്നു പോയി അവാർഡ് വാങ്ങിച്ചു. പിന്നെ വാങ്ങിക്കാൻ പറ്റിയില്ല. അത് ഭയങ്കര ഒരു സംഭവമായിരുന്നു കേട്ടോ. നമ്മുടെ ബാബയുടെ വീഡിയോ എനിക്ക് ഭയങ്കര ഇഷ്ടം. നമ്മളൊരു ബാബയ്ക്ക് വേണ്ടിട്ട് ഒരു പാകിസ്ഥാനി പാകിസ്ഥാനി ഒരു വയസ്സായ ഒരു ബാബയുണ്ട് ഇവിടെ, ചാച്ചയുടെ വീഡിയോ. അത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ. അപ്പൊ അടുത്തത് നോട്ട് മൈ ഫേവറേറ്റ് കൊളാബ്. പക്ഷെ നമുക്ക് ബന്നു പുലാവ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷെ ആ വീഡിയോ ചെയ്തിട്ട് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നു. കാരണം പക്ഷെ വീഡിയോ വൈറലായിരുന്നു. വീഡിയോ ഭയങ്കരമായിട്ട് വൈറലായി പോയി. ഫുഡ് അടിപൊളി ഫുഡാണ്. പക്ഷെ ആ വീഡിയോ ചെയ്തതിൽ ഒരു ചെറിയ സാറ്റിസ്ഫാക്ഷൻ. അതിന് ആഫ്റ്റർ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. എനിക്ക് പക്ഷെ അത് ഇഷ്ടപ്പെട്ടു. ഇവന്റെ നല്ല തീമായിരുന്നു. ക്യാമറ ചലിപ്പിച്ചത് ജാസായിരുന്നു. അപ്പൊ പക്ഷെ അത് സത്യം പറഞ്ഞാൽ ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല. അതല്ല ഞാൻ വിചാരിച്ചത്. എനിക്ക് എത്തിക്കാൻ പറ്റിയില്ല. പിള്ളേർക്ക് ഇതാ ഇഷ്ടം. അടുത്തത് ഇഷ്ടപ്പെട്ട ചെയ്യാൻ ആഗ്രഹങ്ങൾ സ്കൈ ഡൈവിംഗ്. ഞാൻ എപ്പോഴും എൻ്റെ അടുത്ത് പറയാറുണ്ട് ഈ സ്കൈ ഡൈവിങ് ചെയ്യാൻ വലിയ താല്പര്യം എന്നുള്ളത്. അൾട്ടിമേറ്റ് സംഭവം അതല്ല എന്നുണ്ടെങ്കിലും വൺ ഓഫ് ദ ഇതാണ് ചെയ്യണം എന്നുള്ളത്. അത് പല കാരണങ്ങൾ കൊണ്ട് ചെയ്യാണ്ടിരിക്കാനും അങ്ങനെ നീണ്ടു പോയിക്കൊണ്ടിരിക്കുക. എന്താ എനിക്കറിയില്ല. ഫീൽ ഗുഡ് വീഡിയോസ് ചെയ്യണം എന്ന് എപ്പോഴും പറയും. കാരണം അവൻ അങ്ങനത്തെ ഒരു ഇതിലുള്ളൊരു മനുഷ്യനാണ്. അവനങ്ങനെ ടുട്ടുവിൻ്റെ ഒരു പ്രത്യേകത തന്നെ ഏതൊരു ക്യാരക്ടർ കൊടുത്താലും പെട്ടെന്ന് അഡാപ്റ്റ് ആവും. അപ്പൊ എന്റെ വീഡിയോയിൽ എന്നെക്കാട്ടും കൂടുതൽ എനിക്ക് തോന്നണ ആൾക്കാർക്ക് ഇഷ്ടം വിരിച്ചു വരെ പോയി നിലത്ത് കിടന്ന് ക്യാമറ റൈഡിങ്ങിന്റെ വീഡിയോ ചെയ്തപ്പോ അപ്പൊ ശരിക്കും അത് വിരിച്ചു കിടക്കുന്ന സമയത്ത് ഷൂട്ട് ചെയ്തിട്ട് പകുതി ആയപ്പോഴാണ് സുൽത്താൻ പകുതിയായിട്ട് പറയാ എന്റെ ക്യാമറയിൽ എന്തോ ഒരു ചെറിയ പ്രശ്നം വീണ്ടും ഷൂട്ട് ചെയ്യണം. അപ്പൊ അത്രയും നേരം നമ്മൾ നിലത്ത് കിടക്കുക അല്ല ഇവന്റെ റെക്കോർഡ് ചെയ്യാനുള്ള സാധനം കുത്തിയില്ല. എന്നിട്ട് ഇതെല്ലാം ഷൂട്ട് ചെയ്തു. അപ്പൊ അവിടെ ഒമാനീസ് ഒക്കെ വരുന്നുണ്ട്. അവര് എന്താ പ്രശ്നം എന്താ കിടക്കണേ, ശരിക്കും കള്ളുപിടിച്ച് കിടക്കുന്ന രീതിയിലാണല്ലോ അണ്ണം കിടക്കണം അവിടെ. അപ്പൊ അങ്ങനെ ഒന്ന് ചോദിച്ചു. ഒരുത്തൻ വന്നിട്ട് എന്റെ അടുത്ത് ചോദിച്ചു നിനക്ക് എന്താ വയ്യേ, അങ്ങനെ അത്രയും കമ്മിറ്റ്മെന്റ്. അതിലെന്താ പറ്റിയെന്ന് പറഞ്ഞാൽ സുൽത്താൻ കുറച്ച് ഷൂട്ട് ചെയ്ത് വെച്ചു. അതില് അവൻ ആ ടൈമിൽ എവിടെയോ വെച്ചിട്ട് ഈ നമ്മുടെ മൈക്ക് കണക്ട് ചെയ്ത സാധനം ചെറിയ അത് എവിടെയാന്നുള്ളത് അവൻ അറിയണം. അത് തപ്പിക്കൊണ്ടിരിക്കുന്നു. അത് എവിടെ വെച്ചിട്ട് അത് ഊരിയത് അവിടെ തൊട്ട് റീഷൂട്ട് ചെയ്യണം. അപ്പൊ ഞാൻ ഈ കിടക്കുന്നത് പൊസിഷൻ മാറാൻ പാടില്ല. ഞാൻ അങ്ങനെ തന്നെ കിടക്കാം. കുറച്ച് കഴിഞ്ഞപ്പോ ഇവിടെ മസിൽ പിടിച്ച് അനങ്ങാൻ പറ്റുമോ? കാരണം അവിടെ നിന്ന് കണ്ടിന്യൂഷനാ. ഞാൻ ഒരു 15 മിനിറ്റ് അവിടെ കണ്ണടച്ചാൽ കിടന്നു. അതും ഇങ്ങനെ കിടക്കണേ കാലൊരെണ്ണം വെച്ചിട്ട് ജഗതി ഇതിൽ കിടക്കണ മാതിരി റോഡിൽ കിടക്കണ മാതിരി. കൊള്ളായിരുന്നു. എന്നോട് മുന്നേ നമ്മളൊക്കെ പരിചയപ്പെടുന്നാട്ടി മുന്നേ അജാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ടുട്ടുവിനെ പറ്റിയിട്ട് ഇങ്ങനെ ഏതൊരു ക്യാരക്ടറും അഡാപ്റ്റ് ചെയ്യും, എല്ലാത്തിലും സിങ്ക് ആവുക ആള്. നമുക്ക് ഇങ്ങനെ ഒരു എന്തെങ്കിലും ഒരു പരിപാടി തുടങ്ങുമ്പോൾ ആളിനെ ഇൻക്ലൂഡ് ചെയ്യിക്കാന്നൊക്കെ പറഞ്ഞിട്ട് മുന്നേ എന്നെ പരിചയപ്പെടുന്നാട്ടി മുന്നേ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അജാസ്. അതല്ലേ, ഓക്കെ, അടിപൊളി. നമുക്കിനി പുതിയൊരു പരിപാടികളൊക്കെ ചെയ്യാനുണ്ട്. ചോദിക്കാത്തൊരു ചോദ്യം, നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാന് എന്തെങ്കിലും അറിയാവോ? അറിയാവുന്ന ഫ്യൂച്ചർ പ്ലാൻ എന്താ? ഇല്ല, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഫ്യൂച്ചർ പ്ലാനെ കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടില്ല. നമ്മളെപ്പോഴും പ്രസന്റിനെ കുറിച്ച് സംസാരിക്കുന്ന രണ്ടാണ്. ചെയ്തു പോകണം എന്നുള്ളത്. നിങ്ങൾക്ക് അപ്പോ ഇഷ്ടപ്പെടാത്തൊരു ഫേവറേറ്റ് ഫുഡ് കോംബോ ഉണ്ടോ?
ഐ മീൻ ഇഷ്ടപ്പെടാത്ത ഒരു ഫുഡ് കോംബോ? ഇഷ്ടപ്പെടാത്ത ഫുഡൊന്നുമില്ല. ഞാനിപ്പോൾ ഏത് ഭക്ഷണമാണെങ്കിലും ഞാൻ കഴിച്ചിട്ട് ഒരു അഭിപ്രായം പറയുള്ളൂ. ഇഷ്ടപ്പെടാത്ത ഫുഡൊന്നുമില്ല, അങ്ങനെ ഒരു ഫുഡില്ല. എല്ലാം കഴിക്കും. തിരിച്ചു കടിക്കാതെ എന്തും കഴിക്കും. നല്ല ടേസ്റ്റ് ഉണ്ടെങ്കിൽ തിരി ഒരു കടി കിട്ടിയാലും ഞാൻ കഴിക്കും. അപ്പൊ നമ്മള് ഈ ഒരു സെഗ്മെന്റ് കഴിഞ്ഞു. അടുത്തത് പറയുന്നത് നമ്മൾ ഒരു സോങ് പ്ലേ ചെയ്യും. അത് ഏത് ഫിലിമിലെന്ന് പറയണം.